പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സഖറിയ പ്രവചനം 2:10. അതിനെ വെളിപ്പെടുത്തുകയാണ്. സിയോൻ പുത്രി പാടി ഉല്ലസിക്കുക, ഞാൻ വന്ന് നിങ്ങളുടെ ഇടയിൽ വസിക്കും, കർത്താവ് അരുൾ ചെയ്യുന്നു. സിയോൻ പുത്രി ഇസ്രായേലിനോട് പറയാണ്, ഞാൻ വന്ന് പാടി ഉല്ലസിക്കുക. അങ്ങനെ പാടി ഉല്ലസിക്കുമെന്ന് ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കും. പാടി ഉല്ലസിക്കുക എന്ന് പറയുന്നത്, അതായത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് കർത്താവിനെ ആരാധിക്കുക. രണ്ട് രീതിയിലുള്ള ആരാധനയുണ്ട്. ഒന്ന് യാന്ത്രികതയിലുള്ള ഒരു ആരാധന. നമ്മൾ പലപ്പോഴും അങ്ങനെയുള്ള ഒരു ആരാധന, നമ്മുടെ കുടുംബ പ്രാർത്ഥന യാന്ത്രികമായിട്ട് പോകുന്നു, ബലിയർപ്പണങ്ങൾ യാന്ത്രികമായിട്ട് പോകുന്നു. അങ്ങനെയല്ല. ശരിക്കും പറയും, നമ്മളോട് പറയുന്നത്, നീ പാടി ഉല്ലസിക്കുക, ഞാൻ വന്ന് നിങ്ങളുടെ ഇടയിൽ വസിക്കും. അത് കർത്താവ് അരുൾ ചെയ്യാണ്. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഈ പാടി ഉല്ലസം അത് വളരെ ലിറ്ററലായിട്ട് ആ ഒരു കൃപയുള്ളവരുണ്ട് കേട്ടോ. അച്ഛൻ അറിയുന്ന പല കുട്ടികളും പല വ്യക്തികൾക്കൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ യുവാക്കളൊക്കെ ആകെ പ്രശ്നമാണ്, പാപമാണെന്നൊക്കെ പറയുമ്പോൾ അവർ പാപത്തിൻ്റെ വഴിയിലൂടെയാണ്. എനിക്കറിയാം സഹോദരങ്ങൾ, കർത്താവിനെ പാടി ആരാധിക്കാൻ കഴിവുള്ള കുറേ പേരില്ലെങ്കിലും കുറച്ച് പേരൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. അച്ഛൻ്റെ സെൻറ്ററിൽ തന്നെ പല കുട്ടികളും അവർ വന്ന് പാടി ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇത് 2-3 മണിക്കൂർ ഞാൻ പാടിയൊക്കെ ആരാധിക്കുന്നതാണ്. പക്ഷെ എനിക്കൊക്കെ ഒരു 15 മിനിറ്റ് 20 മിനിറ്റൊക്കെ പാടുമ്പോഴേക്കും ഞാൻ തളർന്നു പോകും. പക്ഷെ ഈ പിള്ളേർ 2-3 മണിക്കൂർ ഇങ്ങനെ പാടി 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 കർത്താവിനെ ആരാധിക്കുന്ന അതിൻ്റെ കാര്യം ഇതാണ്. ഹൃദയം കൊണ്ട് കർത്താവിനെ ആരാധിക്കുക, അത് ഗിഫ്റ്റാണ്. ഹൃദയം കൊണ്ട് കർത്താവിനെ ആരാധിക്കുക. ഞാൻ ഭയങ്കര റെസ്പെക്റ്റോട് കൂടിയിട്ട് അങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിൽ ഇത് ആഗ്രഹിക്കണം പ്രിയ സഹോദരങ്ങൾ. നമ്മൾ എന്തും ആഗ്രഹിച്ചാൽ, ഇപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിൽ നല്ലൊരു മാർക്ക് മേടിക്കണം എന്ന് ഒരു കുട്ടിക്ക് ഉള്ളിൽ ആഗ്രഹം ആദ്യം വേണം, അല്ലേ? അതിന് ശേഷമല്ല പരിശ്രമം വരുന്നത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കണം, ദൈവമേ എനിക്ക് നന്നായിട്ട് കർത്താവിനെ ആരാധിക്കാനായിട്ട്. ഒരു പക്ഷേ പാട്ട് പാടാനുള്ള ഒരു ഇതില്ലെങ്കിൽ വേണ്ട, ഉള്ളോണ്ട് ഹൃദയം തുറന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ, ഉള്ളോണ്ട് ഹൃദയം തുറന്ന് കുരിശിൻ്റെ വഴി, ഉള്ളോണ്ട് ഹൃദയം തുറന്ന് ബലിയർപ്പിക്കാൻ, ഹൃദയം തുറന്ന് ആഴമായ അനുതാപ കണ്ണീരോടെ കുമ്പസാരിക്കാൻ, അതിന് ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇതൊക്കെ ചെയ്യാനായിട്ടുള്ളൊരു കൃപ. അങ്ങനെ ചെയ്താൽ എന്താ പ്രത്യേകത? നിങ്ങളുടെ ഇടയിൽ കർത്താവ് വസിക്കും എന്ന് കർത്താവിൻ്റെ ഒരു വാഗ്ദാനമാണത്. ഹല്ലേലൂയ. ദൈവമേ, ഇത്തരത്തിലുള്ള ഒരു ദൈവാരാധനയിലേക്ക് ഞങ്ങളെ വഴി നടത്തണം. യാന്ത്രികതയിലുള്ളൊരു ആരാധനയല്ല, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു ആരാധനയിലേക്ക് ഞങ്ങളെ വഴി നടത്തണമേ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.